ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മുതിര കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? നമസ്തേ, ഞാൻ ധന്യ. ഇത് വെച്ച് കേരള. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് ലോസിനും മെൻസ്ട്രുവൽ പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് മുതിര. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി മുതിര എടുത്തിട്ടുണ്ട് ഒരു 1/4 കപ്പ്. നല്ലോണം ക്ലീൻ ചെയ്ത്, എന്തെങ്കിലും കല്ലുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ മാറ്റിയിട്ട് നല്ലോണം വാഷ് ചെയ്ത് ഒരു തുണിയിലിട്ട് ഫാനിൻ്റെ കീഴിലിട്ട് ഡ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുതിര ചേർത്ത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ മുതിരയുടെ കളർ മാറാൻ തുടങ്ങും, മുതിര ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങും, അതിൽ നിന്നൊരു നല്ലൊരു പരിപ്പിൻ്റെ മണം വരികയും ചെയ്യും. ആ സമയത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യുന്നത് നിർത്താം. എന്നിട്ട് അതൊരു തണുത്ത പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാത്രം വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ഒരു 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 5-6 വെളുത്തുള്ളി അല്ലികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ സ്കിന്ന് അതിൽ വെച്ചിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടില്ല. അതൊരു പ്രത്യേക ടേസ്റ്റ് നൽകും. വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം, അതിൻ്റെ തൊലി ഒരു നിറം മാറുന്നത് വരെ. അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കൊപ്രയാണ്. കൊപ്രയുടെ ഒരു 1/2 മുറിയുടെ 1/4 ഭാഗത്തോളം എടുക്കാം. കൊപ്ര കിട്ടിയില്ലെങ്കിൽ സാധാരണ തേങ്ങ ഇതേപോലെ സ്ലൈസ് ചെയ്ത് എടുത്താലും മതി. കൊപ്രയുടെ കളറും മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി വഴറ്റി ഒരു പകുതി പാകമാകുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് പുളിയുമാണ്. വറ്റൽമുളക് 8 മുതൽ ഒരു 10 എണ്ണം വരെ എടുക്കാം. കറിവേപ്പില ഒരു 2 തണ്ട് എടുക്കാം. പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള അത്രയും മതി. അത് അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള അത്രയും മതി. ഈ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി വഴറ്റി കൊടുത്ത് ഏകദേശം 1 മിനിറ്റ് ആവുമ്പോഴേക്കും എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് തീയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ തീയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇളം ചൂടോടുകൂടി നമുക്ക് അരച്ചെടുക്കാം. ഇതാ ഞാൻ മിക്സിയുടെ ഏറ്റവും അടിയിലേക്ക് മുതിര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, റോസ്റ്റഡ് മുതിര. അതിൻ്റെ കൂടെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഇളം ചൂടിലാണ് ഉള്ളത്. നന്നായിട്ട് അരച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കരുത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അരയാൻ വേണ്ടി. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇതാ ഒട്ടും എക്സ്ട്രാ എണ്ണ ചേർത്ത് കൊടുക്കാതെ തന്നെ ഈ പരുവത്തിൽ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് 2 ദിവസത്തോളം പുറത്തും 1-2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിലും കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇനി വീട്ടിൽ മുതിര വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം ധന്യ.